Hello friends, welcome to our new video. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ആയിട്ടാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഇതുപോലെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ മുറിക്കും പോലെ നന്നായിട്ട് നീളത്തിൽ മുറിച്ചിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർച്ച് പോയിട്ട് ഒരു ക്രിസ്പി ആയിട്ട് വരും, അത് ഒരു സ്ട്രോങ് ആയിട്ട് വരും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കഴുകി എടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴുകിയിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് 2 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ മുട്ട ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നതെന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂണോളം, അതായത് 2 സ്പൂൺ അരിപ്പൊടിയാണ്, നമ്മുടെ പത്തിരിക്കൊക്കെ പൊടിക്കുന്ന അരിപ്പൊടി. പിന്നെ ഇതിലേക്ക് ഇടുന്ന സംഭവം എന്താ വെച്ചാൽ നമ്മുടെ മാഗിയുടെ ഒക്കെ പൗഡർ ഉണ്ടാവും, നമ്മൾ ബാലൻസ് വരുന്ന പൗഡർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാലൻസ് വന്നിട്ടുള്ള ഒരു പാക്കറ്റ് പൗഡറാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി പൗഡറും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ മാഗി പൗഡറിന് ഓൾറെഡി ഉപ്പുണ്ടാവും. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉപ്പ് ഒരല്പം കുറവാണ്, അപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഉടനടി തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് ഒരിക്കലും ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിരിക്കാൻ പാടില്ല, കാരണം അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഓയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുക. ഇനി വെളിച്ചെണ്ണ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ബാച്ച് ഇടുന്നതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് സ്പൂൺ കൊണ്ടെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കുട്ടികളൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ മുട്ട ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ട ചേർക്കുന്നത്. അതേ ഫങ്ഷൻ തന്നെയാണ് കോൺഫ്ലവറിന്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.